ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം പോലെ തന്നെയാണ്. വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ ആ ക്ഷേത്രം ആ ദേവൻ്റെ വീടാണെന്ന് പറയും. ആ വീട്ടിൽ ചില ചിട്ടാവട്ടങ്ങൾ നമ്മൾ പാലിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഓരോ നിയമമാണ്. ഇപ്പോൾ നമ്മുടെ അയൽവക്കത്ത് ഒരു 2 വീട്ടിൽ ചെന്നാൽ 2 വീട്ടിലും 2 നിയമമായിരിക്കണം. അവരുടെ കൾച്ചർ, അവരുടെ സൈക്കോളജി എല്ലാം ആ വീട്ടിൽ പ്രതിഫലിക്കും. അവരുടെ സ്വഭാവം, ആ സ്വഭാവത്തിനനുസരിച്ച് ആ വീടിനും ഒരു സ്വഭാവം കാണും. ഇതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറയുന്ന ഭഗൈ ഈശ്വര്യങ്ങളുള്ള ആ ദേവചൈതന്യം ഒരു സ്വരൂപത്തിൽ, ഒരു ഗുണത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഗുണത്തിനധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമം ആ ക്ഷേത്രത്തിനും കാണും. ഒരേ ദേവൻ്റെ തന്നെ പല ക്ഷേത്രങ്ങളിൽ പല നിയമങ്ങളും കാണും. അത് ഏതുപാസകനാണോ ആ ദേവനെ ഉണർത്തിയെടുത്തത്, ആ ഉപാസകൻ്റേതായ ആ ഉപാസനാഫലത്തിൻ്റെയും കുറച്ച് കണികകൾ അവിടെ വന്നിരിക്കും. ആ ഉപാസകൻ ഏത് ദൃഷ്ടിയോടെയാണോ, ഏത് രീതിയിലാണോ ആ ദേവതാ ചൈതന്യത്തെ ഉണർത്തിയെടുത്തത്, അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ഉറപ്പായും ഉണ്ടായിരിക്കും. ഇപ്പോൾ കാളീദേവിക്ക് തന്നെ വേതാള കണ്ഠസ്ഥിത എന്നുള്ള ഭാവമുണ്ട്, കാളീദേവിക്ക് തന്നെ മഹാകാളി എന്ന ഭാവമുണ്ട്. അങ്ങനെ പല പല ഭാവങ്ങളുണ്ട്. ദക്ഷിണകാളിയുണ്ട്. അപ്പോൾ ആ ഉപാസകൻ ധ്യാനിച്ച ആ ധ്യാനത്തിൽ ഉണർന്നു വന്ന ആ ഭഗവാന്റെ, ഭഗവതിയുടെ ചൈതന്യം മറ്റൊരു ചൈതന്യത്തെക്കാൾ തീർത്തും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ദേവചൈതന്യം ഉണരുന്ന ഒരേ രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരാൾ തന്നെ ദക്ഷിണ കാളിയെ ആരാധിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഉണരുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണരുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ട്. ഈ സാധകന്മാർ ഒരു കാലത്ത് ഉണർത്തിയെടുത്ത ദേവതേനെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. സ്വയംഭൂ അല്ല ഞാൻ പറയുന്നത്. സ്വയംഭൂ വേറെ കഥയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും കുടുംബക്ഷേത്രങ്ങളും അല്ലാത്ത ഇപ്പോൾ പണ്ട് കുടുംബക്ഷേത്രങ്ങളായി ഇന്ന് മഹാക്ഷേത്രങ്ങളായി പരിണമിച്ച പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഇങ്ങനെയാണ്. നല്ല ഉത്തമനായ ഒരു ഉപാസകൻ തുനിഞ്ഞിറങ്ങി അയാളുടെ ആത്മശക്തിയെ ഉണർത്തിയെടുത്ത് അധേവനായി പരിണമിച്ച്, അതായത് ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തെ ഒരു രൂപത്തിൽ കണ്ടുകൊണ്ട് ആ ഗുണത്തിലൂടെ ചെന്ന് ഗുണാതീത ഭാവത്തിലേക്ക് ലയനം ചെയ്ത് ആ ദേവനുമായി ഐക്യപ്പെട്ട് ഇരിക്കുന്നതാണ് ക്ഷേത്രം. ഏതോ ഒരു ഉപാസകൻ്റെ ഏതോ ഒരു സമയത്തെ ഉപാസനാമൂർത്തിയാണ് നമ്മൾ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളും. ചില ക്ഷേത്രങ്ങളുടെ നേരെ ശ്രീകോവിലിനടിയിൽ പോലും ചിലപ്പോൾ പല സിദ്ധന്മാരുടെയും മഹായോഗികളുടെയും സമാധിപീഠം പോലുമാണ്. പലരുടെയും സമാധിപീഠങ്ങൾ പിന്നീട് വലിയ ക്ഷേത്രങ്ങളായിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ അഗസ്ത്യരുടെ സമാധിപീഠമാണെന്ന് പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം, കോരക്കരുടെ സമാധിപീഠമാണെന്ന് പറയുന്ന തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, മണികണ്ഠൻ്റെ സമാധിപീഠമാണെന്ന് പറയുന്നത് ശബരിമല. അങ്ങനെ ഒരുപാട് ഏത് പേര് കേട്ട ക്ഷേത്രങ്ങൾ നിങ്ങൾ എടുത്താലും, മൂവർ സമാധിയാണ് തിരുച്ചെന്തൂരിൽ, ഭോഗരുടെ സമാധിയാണ് പളനിയിൽ. ഇങ്ങനെ എല്ലായിടത്തും ഒരു സമാധി കാണും. ഈ സമാധി ഈ ദേവനെ ഉണർത്തിയെടുത്ത ആ യോഗിയുടേതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദേവനിലൂടെ ചെന്ന് ആ ദേവൻ്റെ ഗുണാതീത ഭാവത്തിലെത്തി തുര്യാതീത അവസ്ഥ അനുഭവിച്ച ആ യോഗി ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ പിന്നെ അവിടെ ആ ക്ഷേത്രം ഇദ്ദേഹത്തിൻ്റെ ശരീരമായി മാറുകയാണ്. അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പല റൂൾസുണ്ട്. ആ റൂൾസ് നമ്മൾ പാലിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നിയമം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു നിയമം തന്നെ പാലിക്കണമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ശിവക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് മുഴുവലം വെക്കാൻ സാധിക്കില്ല. അതുപോലെ പല ക്ഷേത്രങ്ങളിലും പല തരത്തിലാണ് വലങ്ങൾ പോലും വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ചിട്ടാവട്ടങ്ങളാണ് ഓരോ ഭഗവാന്റെ വീട്ടിലും. അങ്ങനെ തന്നെ വിചാരിക്കണം. കോയിൽ എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞാൽ, തമിഴ് ഭാഷയിൽ അമ്പലത്തിന്, ക്ഷേത്രത്തിന് പറയുന്നത് കോയിൽ എന്നാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ വീടാണ്, ഇല്ലം എന്നൊക്കെ നമ്മൾ പറയും. കോ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഇല്ലം എന്നാണ് പറയുന്നത്. നമ്മളെ മൊത്തം ഭരിക്കുന്ന ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള രാജാവായ ബ്രഹ്മമായ ഭഗവാന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ ചിട്ടാവട്ടം പാലിക്കണം. പക്ഷേ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും, ഏത് പരബ്രഹ്മം മൂർത്തി ഭവിച്ചിരിക്കുന്ന ഏത് ക്ഷേത്രത്തിൽ പോയാലും, ഞാൻ പറയുന്നത് അല്ലാത്ത മൂർത്തി ആരാധന, യക്ഷി ഗന്ധർവൻ അല്ലാത്ത താഴ്ന്ന മൂർത്തി ആരാധനാ കേന്ദ്രങ്ങളല്ല ഞാൻ പറയുന്നത്. ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഏത് ദേവൻ്റെ, ശിവൻ, വിഷ്ണു, കൃഷ്ണൻ, അയ്യപ്പൻ, അതുപോലെ തന്നെ നരസിംഹസ്വാമി, ദേവിയുടെ ഏത് ഭാവവും, അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ, ഏത് ഇങ്ങനെയുള്ള നമ്മൾക്കറിയാമല്ലോ, നമ്മളുടെ പൂർവികരായി നമ്മൾക്ക് തന്നിട്ടുള്ള, നമ്മൾ സഗുണ ആരാധനയിൽ നല്ല ഉത്തമ രീതിയിൽ ആരാധിക്കുന്ന ഏതൊരു ദേവൻ്റെയും, കാളീദേവിയോ
ഏത് രീതിയിലും ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. 2 കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിർഗുണ നിരാകാരമായ ഒരു വികാരമില്ലാത്ത വെറും ഒരു വിഗ്രഹത്തിനോട് മാത്രമല്ല, ഒരു പ്രാണനേകി അതിനെ ഉദ്ധരിപ്പിച്ചെടുത്ത് പ്രപഞ്ചശക്തിയാക്കി മാറ്റിയ ഒരു ദേവതാ ചൈതന്യത്തെ കുടിയിരുത്തിയിരിക്കുന്ന ദേവതയോട് തന്നെയാണ് നിങ്ങൾ ആ വിഗ്രഹം ആയി കാണുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിഗ്രഹം തിരിച്ച് സംസാരിക്കും. ചിലർക്ക് പ്രത്യക്ഷാനുഭവങ്ങൾ പോലും ഉണ്ടാവും, അത്രയ്ക്ക് നേടിയ ഉപാസകർ. എങ്കിലും നമ്മൾ അത്രയും നേടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ആത്മീയതലം എത്താത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ ഇരിക്കുന്നത് ഒരു ഗുണത്തിലുള്ള ദൈവത്തിൻ്റെ ഭഗവാന്റെ ചൈതന്യമാണ്, ഗുണമാണ്. ഏത് ഗുണത്തിന് വേണ്ടിയാണോ നമ്മൾ ചെല്ലുന്ന ആ ഗുണം അവിടെ നിന്ന് കിട്ടും. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ എന്ത് പറയുന്നോ അത് ഭഗവാൻ കേൾക്കും, അതിനുള്ള പരിഹാരം തരും. അതൊന്ന്. 2, ആ ഭഗവാന്റെ നിയമപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ ഭഗവാന് കാഴ്ചകൾ വെക്കുക എന്നുള്ളതാണ്. കർപ്പൂരമോ അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഫലങ്ങളോ എന്തൊക്കെയാണോ ആ ഭഗവാന്റെ ഇഷ്ടം, ആദ്യം അതൊക്കെ ചെയ്യാം. കാരണം ഗുണത്തിൽ ആരാധിക്കുമ്പോൾ. പക്ഷെ ഗുണാതീത ഭാവത്തിൽ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി എന്ന് കേട്ടില്ലേ ഓച്ചിറയിൽ, ആ ഭഗവാൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു നേദ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം പരബ്രഹ്മത്തിന് ആരുടെയും ഒന്നും വേണ്ട. ശിവഭഗവാന്റെ യഥാർത്ഥ സത്തായിട്ടുള്ള ശിവം എന്ന ഭാവം, ശക്തി ദേവിയുടെ പരാശക്തി എന്ന ഭാവം, ഈ ദേവിയുടെയൊക്കെ യഥാർത്ഥ തത്വത്തിന് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഈ ഫലങ്ങളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണവും പൂക്കളും പുഴകളും എല്ലാം ദൈവ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതേസമയം ആ ദേവനെ തന്നെ ഒരു ഗുണത്തിൽ ആരാധിക്കുമ്പോൾ നമുക്ക് സമർപ്പിക്കാം, മനുഷ്യരോട് ഇടപെടുന്ന പോലെ ഇടപെടാം. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുക, എന്തിനാണ് ഭഗവാന് നമ്മളുടെ പണം, എന്തിനാണ് ഭഗവാന് നമ്മളുടെ ഈ സമർപ്പണങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സമർപ്പണം ഏറ്റുവാങ്ങുന്ന ഭഗവാന്റെ ഒരു ഗുണമാണ്. ഗുണത്തിൽ ഭഗവാനെ ഒരു വിഗ്രഹത്തിൽ ആരാധിക്കുമ്പോൾ ആ ഗുണമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഭഗവാന്റെ യഥാർത്ഥ തത്വമല്ല. ഭഗവാന്റെ യഥാർത്ഥ തത്വത്തിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ കാര്യസാധ്യമല്ല അവിടെ നോക്കുന്നത്, ആത്മസാക്ഷാത്കാരമാണ്. അതിനായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു ഗുണത്തിൽ ആരാധിക്കുമ്പോൾ ആ ഗുണം ഭഗവാൻ തിരിച്ചു കാണിക്കും. എന്ന് വെച്ചാൽ ഭഗവാന്റെ തന്നെ ആ ഗുണാതീത ഭാവത്തിന് ഇതൊന്നും വേണ്ട, ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്, ഒന്നും വേണ്ട. പക്ഷേ ഭഗവാനെ ഒരു രൂപത്തിൽ ആരാധിക്കുമ്പോൾ എല്ലാം കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഭഗവാന്റെ രീതിയിലുള്ള ചിട്ടാവട്ടങ്ങളും എന്താ പറയുക, ആ സമർപ്പണങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം ഭഗവാനോട് എന്ത് സങ്കടമുണ്ടെങ്കിലും പറയുക. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് തന്നെ ആത്മസാക്ഷാത്കാരത്തിനാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ യോഗിമാർ അവരുടെ പ്രാണൻ കൊടുത്ത് ഉദ്ധരിച്ചെടുത്തിരിക്കുന്ന ആ സ്വരൂപത്തെ, ആ ഭഗവത് ചൈതന്യത്തെ നമ്മളും അറിയുക. എന്താണോ ഇപ്പോൾ ആദിശങ്കരാചാര്യ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒക്കെ പ്രതിഷ്ഠിച്ച ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എന്താണോ ശ്രീനാരായണ ഗുരുദേവൻ, എന്താണോ ചട്ടമ്പി സ്വാമി, അല്ലെങ്കിൽ എന്താണോ ആദിശങ്കരാചാര്യർ, അല്ലെങ്കിൽ എന്താണോ ഈ പറയുന്ന യോഗിമാരെല്ലാം അനുഭവിച്ചത്, ആ അനുഭവിച്ച തലത്തെ അറിയാനാണ് നമ്മളവിടെ ചെല്ലുന്നത്. എന്താണോ അവരനുഭവിച്ചത് അതനുഭവിക്കാനാണ്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെയാണ് അതിനുള്ള യഥാർത്ഥ കേന്ദ്രങ്ങൾ. പല സിദ്ധന്മാരുടെയും കേന്ദ്രങ്ങളിലും അല്ലാത്ത ക്ഷേത്രങ്ങളിലും ഒക്കെ അവർ ധ്യാനിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും. ക്ഷേത്രത്തിലിരുന്ന് നമുക്ക് ധ്യാനിക്കാം. ക്ഷേത്രത്തിലിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലൂടെയാണോ ആ ഗുരു കടന്നു പോയത് ആ അവസ്ഥ നമ്മളിലേക്കുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഒരു ചിന്തയുമില്ലാതെ ആ ഭഗവാന്റെ മൂലമന്ത്രം ഉരുവിട്ടുകൊണ്ട് കണ്ണടച്ച് നമ്മൾ ചെല്ലും. ഇത്രയും കഷ്ടപ്പെട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? ആ ക്ഷേത്രത്തിലെ ഇരിക്കുന്ന അതേ വിഗ്രഹം എൻ്റെ ഉള്ളിലും ഉണ്ടെന്ന് അറിയാനാണ് കണ്ണടയ്ക്കുന്നത്. അപ്പം കണ്ണടച്ച് ആ മൂലമന്ത്രം ചൊല്ലുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടാവും, ആത്മീയത ഉണരും. ഇങ്ങനെ വേണം ആദ്യം പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ധ്യാനത്തിലിരുന്നിരുന്ന് ഭഗവാന്റെ മുഖം നോക്കി ശരിക്കും പദം വരുത്തുക. ആ വിഗ്രഹത്തെ മുഖം നോക്കി ശരിക്കും പദം വരുത്തിയിട്ട് അത് ഉള്ളിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ഉണർത്തിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ഭഗവാനോട് ചോദിച്ചാലും ഭഗവാൻ തരും. തീർച്ച. ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലി ധ്യാനിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന്, ഒരു ക്ഷേത്രത്തിൽ പോയാൽ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചിറങ്ങരുത്. അവിടെ നിന്ന് ധ്യാനിച്ച് ഉള്ളിലിരിക്കുന്ന യന്ത്രം പ്രവർത്തിക്കണം. പുറത്ത് മാത്രമല്ല നമുക്ക് യന്ത്രം വരയ്ക്കാം, നമ്മുടെ ഉള്ളിലും യന്ത്രമുണ്ട്. ഈ ശ്രീചക്ര ഉപാസനയിലെ ഏറ്റവും വലിയ ഉപാസന എന്ന് പറയുന്നത് ഉള്ളിൽ യന്ത്രത്തെ വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ ഉള്ളിൽ ആ ഭഗവാനെ കണ്ടുകൊണ്ട്, ഉള്ളിൽ ആ സച്ചിന്മയ രൂപൻ്റെ ആ പ്രപഞ്ചബോധത്തിൻ്റെ രൂപം കണ്ടുകൊണ്ട് മൂലമന്ത്രം ചൊല്ലി ഉണർത്തിയെടുക്കുക. നിങ്ങളുടെ പ്രാണശക്തിയെയും
ആ യോഗി വര്യൻ്റെ പ്രാണശക്തിയെയും ആ ദേവൻ്റെ പ്രാണശക്തിയും ഒരുമിപ്പിച്ച് ഉണർത്തിയെടുത്തതിന് ശേഷം ഭഗവാനെ എന്ന് പറയുക വേണ്ട, ഭഗവാൻ നടത്തിത്തരും. എപ്പോഴും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ 2 തവണയൊക്കെ വലം വെച്ച് കഴിയുമ്പോൾ ഭഗവാനെ നോക്കി ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കുറച്ച് നേരമെടുത്ത് പ്രാർത്ഥിച്ചു, കുറച്ച് നേരമെടുത്ത് മൂലമന്ത്രം ചൊല്ലി. ഇനി മൂലമന്ത്രം അറിയില്ലെങ്കിൽ ഒരു കാര്യം, കൃഷ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠയെങ്കിൽ കൃഷ്ണ 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 നാമം ജപിച്ചാൽ മതി. രാമനാണെങ്കിൽ രാമ 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 രാമ, ഹനുമാനാണെങ്കിൽ ഹനുമാൻ 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 ഹനുമാൻ. ഇനി ഏത് തന്നെ, കാളിയാണെങ്കിൽ കാളി കാളി മഹാകാളി, കാളി കാളി ഭദ്രകാളി, കാളി കാളി ഭദ്രകാളി, കാളി കാളി ഭദ്രകാളി. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നാമം ജപിക്കുക. അങ്ങനെ നാമം ജപിച്ച് ഞാൻ പറഞ്ഞ ഉപാൻഷുവായിട്ട് ജപിക്കാനാണ്. പുറത്ത് ശബ്ദം വരണ്ട. കാളി കാളി ഭദ്രകാളി, കാളി കാളി, അങ്ങനെ നമ്മൾ മാത്രം കേട്ടാൽ മതി. ഇനി നമ്മൾ പോലും കേൾക്കണമെന്നില്ല, മനസ്സിലിങ്ങനെ ഉരുട്ടും നമുക്ക് ജപിക്കാം. അപ്പോൾ ഒരു വലിയ ആത്മീയ അനുഭൂതി ഉണ്ടാവും. ഞാൻ തീർച്ചയായിട്ടും പറയാണ്, വേറൊരു അനുഭൂതി ഉണ്ടാവും. വളരെ വലിയൊരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകും. ഈ പോസിറ്റിവിറ്റി കൊണ്ട് നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം നടന്നാലും ഒരു പോസിറ്റിവിറ്റി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഭഗവാനോട് ചോദിക്കാം. ഭഗവാൻ എല്ലാം അറിയുന്നു, പിന്നെന്തിനാ ഭഗവാനോട് പറയുന്നത് പലരും ചോദിക്കും. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, ഭഗവാനെ ഗുണത്തിലാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിക്കണ്ണനായിട്ടൊക്കെ ഭഗവാനെ ചിലയിടത്ത് ആരാധിക്കില്ലേ? മകനായിട്ട് ആരാധിക്കും, അച്ഛനായിട്ട് ആരാധിക്കും, അമ്മയായിട്ട് ആരാധിക്കും, ഏത് രൂപത്തിലും, മാതാ പിതാ ഭ്രാത സഹ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം. ഇനി ചിലർ കാമുകനായിട്ട് പോലും കൃഷ്ണനെ ആരാധിക്കാറുണ്ട്. കാളിദേവി അമ്മയായി കണ്ട് ഒത്തിരി പേർ ആരാധിക്കാറുണ്ട്, ഒരുപാട് പേർ. എല്ലാ രീതിയിലും അമ്മയായിട്ട് വരും. ഒരു മകനെ തൊട്ടാൽ അമ്മ എന്ത് ചെയ്യും? അത് കാളിദേവി ചെയ്യും. ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇനി അച്ഛനായിട്ട് ആരാധിക്കാറുണ്ട്, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. ഇനി സഹോദരനായിട്ട് കണ്ട് ആരാധിക്കാറുണ്ട്, ഒരു ഗുരുവായി കണ്ട് ആരാധിക്കാറുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അഗസ്ത്യർ സുബ്രഹ്മണ്യനെ ആരാധിച്ചത്. ഇനി അച്ഛനായി സകലമായി കണ്ട് ആരാധിക്കാറുണ്ട്, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദനും അതുപോലെ തന്നെ അരുണഗിരിനാഥറും. ഇനി സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ഈ മൂർത്തിയായി വന്നത് എന്നുള്ള രീതിയിൽ ആരാധിക്കാറുണ്ട്. അതാണ് ഗുഹമാവേശം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഗുഹൻ്റെ ആ ദർശനം കിട്ടിയപ്പോൾ ഗുഹമാവേശം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഗുഹൻ, ആ ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പം ഏതവസ്ഥയാണെങ്കിലും ആ ഭഗവാനെ ഏത് രീതിയിൽ വിളിച്ചാലും ഭഗവാൻ വരും. ആ ഗുണത്തെ ആദ്യമേ ആരാധിച്ച് പദം വരുത്തുക, അതിനുശേഷം ആ ഗുണാതീത ഭാവത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരും. അപ്പോൾ ഒരു ക്ഷേത്രത്തെ 2 രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഒന്ന്, നമ്മളെ തന്നെ മറന്നുകൊണ്ട് ആ മൂലമന്ത്രമോ നാമോ ജപിച്ചുകൊണ്ട് നമ്മളെ തന്നെ മറന്നുകൊണ്ട് ആ സിദ്ധയോഗിയുടെ മനതലത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ തലത്തിലേക്ക് ഉയരുക, അതുവഴി ആത്മീയ സൗഖ്യം നേടുക. അതിനുശേഷം ആ ഭഗവാനെ ഗുണത്തിൽ ഉണർത്തിയെടുത്തതിന് ശേഷം ചോദിച്ച് മേടിക്കുക. അത്രേ ഉള്ളൂ. ഓം ശ്രീ ലക്ഷ്മീ നരസിംഹം ശരണം പ്രപത്തി.